ഹലോ, ഇന്നൊരു ഔഷധക്കൂട്ടായിട്ടാട്ടോ ഞാൻ വന്നത്. വീട്ടിലെ തെങ്ങ് മുറിച്ചപ്പോൾ കിട്ടിയ തെങ്ങുംപൂക്കിൽ വെച്ചിട്ടൊരു ലേഹ്യം. തെങ്ങുംപൂക്കിലിൻ്റെ ഗുണങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അല്ലേ, എല്ലാവർക്കും അറിയണ്ടാവും. സ്ത്രീകൾക്കൊക്കെ പ്രസവിച്ച് കിടക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ടല്ലോ. എന്നെപ്പോലെ ലേഹ്യം മരുന്നൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കാട്ടോ. എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. പക്ഷേ അമ്മ കാണാതെ അത് പുറത്ത് കളയുക അല്ലെങ്കിൽ കഴിക്കാമെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യൽ. പാവം അമ്മ വിചാരിക്കും ഞാൻ കഴിച്ചിട്ടുണ്ടാവുമെന്ന്. എന്നാൽ അങ്ങനെയുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ രീതിയിലാട്ടോ അത് തയ്യാറാക്കിയത്. തെങ്ങുംപൂക്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് അതിൽ ചെറിയുള്ളിയും ഈന്തപ്പഴവും കശുവണ്ടിയും ഉണക്കമുന്തിരിയും തേങ്ങയുടെ 2 പാലും ചേർത്ത് അരച്ചെടുക്കുക. കശുവണ്ടി മുന്തിരിയൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, അതിൻ്റെ ഉണ്ടായതുകൊണ്ട് എടുത്തതാണ്. മറിച്ച് ചിലർ ബദാമൊക്കെ ഇടും, അതൊന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടതുമില്ല. രുചിയെ ഭയന്നിട്ടാട്ടോ ചെറിയുള്ളീൻ്റെ അളവ് ഞാൻ കുറച്ചത്. എന്നിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് നെയ്യൊഴിച്ച് ഈ അരച്ച മിശ്രിതം ചേർത്ത് കുറുക്കിയെടുക്കുക. അതിനിടയ്ക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. തേങ്ങാപ്പാലും ശർക്കരപ്പാനിയും ഉണ്ടാക്കി വെച്ചിട്ടാണ് പരിപാടി തുടങ്ങിയത്. അപ്പോൾ തന്നെ രുചിക്ക് ആവശ്യമായ ചുക്കും ജീരകവും ചൂടാക്കി പൊടിച്ചെടുത്തിരുന്നു. അതിൽ അയമോദകവും ഏലക്കാപ്പൊടിയും ചേർക്കുന്നവരുണ്ട്. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ചേർത്തില്ല. തെങ്ങുംപൂക്കിൽ കിട്ടിയപ്പോൾ ഉള്ളത് വെച്ചങ്ങ് ചെയ്തതാണ്. അങ്ങനെ വേവിച്ച് കുറുക്കിയെടുത്ത മിശ്രിതത്തിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് വീണ്ടും വരട്ടി. പിന്നീട് അത് കുറുകി വരാൻ വേണ്ടി തേങ്ങാപ്പാലിൽ കുറച്ച് റാഗിപ്പൊടി ചേർത്ത് ഇളക്കി ഒഴിച്ചു. പൊടിച്ചെടുത്ത രുചിക്കൂട്ടും ചേർത്ത് അവസാനം തേങ്ങയുടെ 1 പാലും ചേർത്ത് ഇളക്കി എടുത്താൽ രുചിയുള്ള തെങ്ങിൻപൂക്കിലെ ലേഹ്യം ഇവിടെ തയ്യാറാവും കേട്ടോ. ഇതിലൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, തെങ്ങിൻപൂക്കിലെ എങ്ങനെയെങ്കിലും വയറ്റിലാക്കണം എന്നുള്ളത്. ഇതിൽ ചേർക്കാൻ വേറെ അങ്ങാടി മരുന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ കടകളിൽ നിന്ന്. ഞാനതൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഞാനിത് ആദ്യമായിട്ട് പരീക്ഷിക്കാൻ കൊണ്ട് കൂടുതൽ സാധനങ്ങൾ വാങ്ങിയിട്ട് കേടുവരുത്തണ്ടെന്ന് കരുതിയതാണ്. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ സാധനം സക്സസ് ആയിട്ടുണ്ട്. നല്ല രുചിയിൽ തെങ്ങുംപൂക്കൽ നമ്മളെ വയറ്റിൽ വേഗം എത്തിക്കാൻ പറ്റും. തെങ്ങുംപൂക്കൽ എവിടെ നിന്ന് കിട്ടിയാലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. സംഭവം നല്ലതാണ്, നമ്മളെ വയറ്റിലേക്ക് എത്തിക്കാൻ എളുപ്പ മാർഗ്ഗമാണ്. രുചിക്കൊരു വ്യത്യാസമില്ല, നല്ല രുചിയിൽ കഴിക്കാം കേട്ടോ. പണ്ട് നമുക്ക് അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിരുന്നല്ലോ അല്ലേ. ഇപ്പോൾ എല്ലാ അമ്മമാർക്കും മടിയായത് കാരണം കുറേയൊക്കെ അങ്ങാടിക്കടകളിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യൽ. അങ്ങനെ അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കാതെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ.